ഹലോ, ഞങ്ങളിന്ന് കൊച്ചിൻ്റെ PT ആയിരുന്നു. അപ്പോൾ PT മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. അവൾ മാത്രമേ ഉള്ളൂ. അവന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അവൻ വന്നില്ല കൂടെ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ പോകുന്നു. പിന്നെ സ്കൂളിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂളെത്തിയപ്പോഴേക്കും ആളങ്ങ് മാറി. കൂട്ടുകാരനെ കാണണം, അവരെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടമായിരുന്നു. അങ്ങനെ ഓടി ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ അകത്തേക്ക് കയറാറായി. ഇതവളുടെ ക്ലാസ് ടീച്ചർ, റീതാമ്മ ടീച്ചർ. നല്ല ടീച്ചറാണ്, ഹിന്ദി ടീച്ചറാണ്. ടീച്ചർ ഇങ്ങനെ അവളെപ്പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. വേറെ ആൾക്കാരൊക്കെ വന്ന് ഹിന്ദിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളടുത്ത ടീച്ചറിനെ കാണാനായിട്ട് ഇങ്ങനെ ഈ സ്കൂൾ പരിസരത്തേക്കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, സ്കൂളിൻ്റെ മുകളിൽ നിന്ന് നോക്കി കാണാനായിട്ട്. അങ്ങനെ ടീച്ചർ ഇത് ഉണ്ടാക്കിയതാണ്, അമ്മ ഉണ്ടാക്കി ഇങ്ങനെ ഡിസൈൻ ചെയ്ത സംഭവമായിരുന്നു. പ്രവൃത്തി പരിചയം മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ട് അവൾ തന്നെ മറ്റേ മുണ്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പപ്സും നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ അത് കഴിക്കാനായിട്ട് കടയിൽ. അവിടെ അത് കഴിഞ്ഞ് നമ്മുടെ കോതമംഗലം പള്ളിയിൽ പെരുന്നാളാണ്, കന്നി20 അറിയായിരിക്കും എല്ലാവർക്കും. അപ്പം അവിടെ പെരുന്നാളിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച്. അവനെ കൊണ്ടുവരാത്തതിന് ഭയങ്കര വിഷമമുണ്ട്. അവൻ്റെ കാല് ശരിയായിട്ട് വേണം അവനെങ്ങോട്ടി ഒന്ന് പോകാനായിട്ട്. ഇങ്ങനെ അവൾക്ക് തിരി കത്തിക്കാൻ പേടിയായിട്ട് ഞാനത് കത്തിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടു. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടെ, നല്ല ശാന്തതയും. അങ്ങനെ ആൾക്കാർ വന്നു പോകുന്നുണ്ടെങ്കിലും ഭയങ്കര സൈലൻസ് ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ സ്വാഭാവികമായിട്ടും പള്ളിപ്പെരുന്നാളിൻ്റെ കുറേ സംഭവങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ മോതിരവളയനും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ മേടിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കോതമംഗലം വിട്ടു.